അല്ല, എല്ലാ കാര്യവും ചർച്ച ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു വികാരമൊന്നുമില്ല. നമുക്കറിയാം കൃത്യമായി കേരള സമൂഹത്തിൻ്റെ വികാരം എന്താണെന്നറിയാം. മാത്രമല്ല, ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും ഇടതുപക്ഷം നേതൃത്വം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഹാപ്പിയല്ലേ? ആരെങ്കിലൊക്കെ സമീപിച്ചിരുന്നോ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട്? ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാനത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഏതായാലും ഈ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞത്. ഏതായാലും ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം തന്നെയായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും. ഹാപ്പിയാണ് എന്ന് ജോസ് കെ മാണി പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങൾ? ലക്ഷ്മി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇടതു മുന്നണിയിൽ തങ്ങൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരത്തിൽ LDFന് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് തോൽവി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം ഒരു മുന്നണി മാറ്റ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പലയിടത്തു നിന്നായി ഉയർന്നു വന്നിരുന്നു. അതിന്മേലാണ് ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ തേടിയത്. അതിലാണ് അദ്ദേഹം ഇത്തരത്തിൽ തൽക്കാലം മുന്നണി മാറ്റം എന്നുള്ള കാര്യം ചിന്തിക്കുന്നതേ ഇല്ല കേരള കോൺഗ്രസ് എം എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകിയിരിക്കുന്നത്. ഈ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, അതൊന്നും വസ്തുതാപരമല്ല എന്നാണ് പാർട്ടി ചെയർമാൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ആരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും നിലവിൽ കേരള കോൺഗ്രസ് എം നടത്തിയിട്ടില്ല. നിലമ്പൂരിലേത് ഒരു UDF മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇത്തവണ അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ജനങ്ങളുടെ വിധിയെഴുത്തായിരുന്നില്ല. അത് UDFന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഘടകകക്ഷികളെ കൂടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവും ജോസ് കെ മാണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം LDFനുള്ളിൽ കേരള കോൺഗ്രസ് എം നടത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി ഏറെ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന ഒരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുമോ എന്നുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹം ആ കാര്യത്തിൽ ഇപ്പോഴും അതിലും ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാധീനമനുസരിച്ച് ഓരോ മേഖലയിലും സീറ്റുകൾ ആവശ്യപ്പെടും ഇടതു മുന്നണിയിൽ നിന്ന് എന്നുള്ളതാണ് നിലവിൽ കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാടായിട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും എത്ര സീറ്റുകൾ ആവശ്യപ്പെടണം എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കോട്ടയത്ത് ഈ ആസ്ഥാനത്ത് പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.